മാന്യ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന SIRന്റെ കാര്യത്തിൽ 326 അനുച്ഛേദം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു വോട്ടറുടെ യോഗ്യത, അർഹത, വോട്ടറാകാനുള്ള വ്യവസ്ഥകൾ എന്നിവ ഭരണഘടന 326 അനുച്ഛേദത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഭരണഘടനയുടെ 326 അനുച്ഛേദം പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന അധികാരത്തിൽ ഒരു വോട്ടർ എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്. ഏറ്റവും ആദ്യം പറയുന്നത് ഒരു വോട്ടർ ഭാരത പൗരനായിരിക്കണമെന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഒരു വോട്ടർ ഭാരതത്തിൻ്റെ പൗരനായിരിക്കണം. ഒരിക്കലും ഒരു വിദേശിക്ക് ഭാരതത്തിലെ വോട്ടറാകാൻ കഴിയില്ല. മനസ്സിലായല്ലോ? പ്രതിപക്ഷം അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഈ പ്രതിപക്ഷം ചോദിക്കുന്നത് എന്തിനാണ് ചിലരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതെന്നാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയെങ്കിലും അബദ്ധത്തിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ ചില വിദേശി നുഴഞ്ഞേറ്റക്കാർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതവരുടെ ജോലിയാണ്. അത് ചെയ്യുന്നില്ലെങ്കിലാണ് അവരെ കുറ്റപ്പെടുത്തേണ്ടത്. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും വോട്ടറാകാമെന്നുള്ളതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. കൂടാതെ മാനസിക വൈകല്യമോ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കുകയോ അഴിമതി എന്നിവയെ സംബന്ധിച്ച് നിയമത്തിൽ കാലാകാലങ്ങളിൽ വ്യവസ്ഥ ചെയ്യുന്ന തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വോട്ടറുടെ സാധുത നിർണ്ണയിക്കുന്നത്. അതാണ് മൂന്നാമത്തെ വ്യവസ്ഥ. ഈ 3 യോഗ്യതകളുടെയും അടിസ്ഥാനത്തിലാണ് ഒരാൾ ഇന്ത്യയിലെ വോട്ടറാകാൻ അർഹനാണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ 3 കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരിശോധിക്കുന്നത്. വോട്ടർ പട്ടിക, മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം, തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തണം, അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ എന്നിവയുടെ സംബന്ധിച്ച എല്ലാ നിയമങ്ങളും ശുപാർശ ചെയ്യാൻ ഭരണഘടനയുടെ 327 അനുച്ഛേദം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകുന്നുണ്ട്. ഈ വ്യാഖ്യാനങ്ങളനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കാൻ 327 അനുച്ഛേദം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണമായ അധികാരവും നൽകുന്നു. മാന്യ അധ്യക്ഷ് ജി, ഇന്നലെ ഇവിടെ പ്രതിപക്ഷത്തു നിന്നും മനീഷ് തിവാരി പറയുന്നുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന് SIR പോലെയുള്ള ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അധികാരമില്ല എന്ന്. നോക്കൂ, ആർട്ടിക്കിൾ 327 പ്രകാരം ഭരണഘടന തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനുള്ള അധികാരം നൽകുന്നുണ്ട് എന്നാണ് ഇവിടെ ഞാൻ വ്യക്തമാക്കിയത്. ഇനി അതിൽ സംശയമില്ലല്ലോ. മാന്യ അധ്യക്ഷ് ജി, ഇവരുടെ ചർച്ച പൂർണ്ണമായും SIRൽ അധിഷ്ഠിതമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നു SIR എന്തിനാണ് ഇപ്പോൾ നടത്തിയത് എന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയണമെങ്കിൽ നമുക്ക് SIRൻ്റെ ചരിത്രവും കൂടി ഇവിടെ പറയേണ്ടി വരും. മാന്യ അധ്യക്ഷ് ജി, ചരിത്രം പറയാൻ തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തു നിന്ന് മുദ്രാവാക്യം വരാൻ തുടങ്ങും. അവർക്ക് ചരിത്രം പറയുമ്പോൾ പേടിയാണ്. ഏതൊരു രാജ്യത്തിൻ്റെ കാര്യത്തിലും ഏതൊരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ചരിത്രം പറയാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ചരിത്രം നമുക്ക് മൂടി വെക്കാൻ കഴിയുമോ? അത് വസ്തുതയല്ലേ. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ തുടക്കം 1947 മുതലാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഈ വോട്ടർ പട്ടികയിലുള്ള പരിഷ്കരണം നടന്നത് എന്നാണെന്നറിയുമോ? അത് 1952 നടന്നത്. SIRൻ്റെ ആവശ്യകത എന്താണെന്ന് അവർ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? അവരുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സംശയമൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാണ് നടന്നത്? 1957. മൂന്നാമത്തേത് 1961. അപ്പോഴും ജവഹർലാൽ നെഹ്റു തന്നെയാണ് പ്രധാനമന്ത്രി. കോൺഗ്രസ് തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്. 1965-66 ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന SIR നടന്നിട്ടുണ്ട്. ആ സമയത്തും പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു, കോൺഗ്രസിൻ്റേതായിരുന്നു. പിന്നീട് 83-84, 1987-89, 1992, 93, 95 എന്നീ വർഷങ്ങളിലും ഈ വോട്ടർ പട്ടികയിലെ പുതുക്കലും പരിഷ്കരണവും നടത്തിയിട്ടുണ്ട്. അപ്പോഴും പ്രധാനമന്ത്രി ഇപ്പോൾ SIRനെ എതിർക്കുന്ന ഈ പ്രതിപക്ഷത്തിരുന്ന് ബഹളം വെക്കുന്ന കോൺഗ്രസ് തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. അവരുടെ തന്നെ നേതാവായിരുന്നു പ്രധാനമന്ത്രി. ഇതിനിടയിൽ 2002, 2003 കാലഘട്ടത്തിലും SIR പ്രക്രിയ നടന്നു രാജ്യത്ത്. അന്ന് പ്രധാനമന്ത്രി ഞങ്ങളുടെ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. പിന്നീട് 2004 അവസാനത്തെ SIR എന്ന ഈ പ്രക്രിയ നടന്നത്. അന്ന് പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ മൻമോഹൻ സിംഗുമായിരുന്നു. അതിനുശേഷം ഈ രാജ്യത്ത് SIR എന്ന പ്രക്രിയ നടന്നിട്ടില്ല. വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണം ഉണ്ടായിട്ടില്ല. 2004 ശേഷം 2025 ഈ രാജ്യത്ത് വോട്ടർ പട്ടികയിലെ പരിഷ്കരണം നടക്കുന്നത്. നോക്കൂ, 2004 വരെയുള്ള SIRൻ്റെ ചരിത്രം നോക്കിയാൽ ഇന്ന് വരെ ഒരു പ്രതിപക്ഷ പാർട്ടിയും SIR നടത്തുന്നതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചിട്ടേ ഇല്ല. കാരണം അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം തന്നെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്
ശരിയായ ഒരു വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയിൽ യഥാർത്ഥ രീതിയിൽ പരിഷ്കരണം നടന്നില്ലെങ്കിൽ, കുറ്റമറ്റതാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയായ ഫെയറായ ഒരു ഇലക്ഷൻ നടത്താൻ കഴിയുക? കൃത്യമായ സമയപരിധിയിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി ഇത് ചെയ്യുന്നത്. അത് ഇത്തവണ ചെയ്തപ്പോൾ 2025 പോയി. ആ സമയത്ത് ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന് കരുതി അതിനെ എതിർക്കാൻ കഴിയുമോ? ഇതിനിടയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2010 ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. റിട്ടേണിംഗ് ഓഫീസർക്ക് വോട്ടർ പട്ടികയിലെ പേരുകൾ നീക്കം ചെയ്യാനുള്ള അധികാരമില്ല എന്ന്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയവർ, സ്ഥലം മാറിപ്പോയവർ, വിവാഹം കഴിച്ചു പോയവർ, അത്തരം പല ആളുകളുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ ഇവരുടെ ഈ ഒരു നിയമം ഉണ്ടാക്കിയതിനു ശേഷം റിട്ടേണിംഗ് ഓഫീസർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ടർ പട്ടികയിൽ 2 സ്ഥലത്തും പേരുകളുണ്ടായിരിക്കും. ഒരിടത്തെ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ, പക്ഷേ 2 സ്ഥലത്തും ഈ പേരുകളുണ്ടായിരിക്കും. അത് 2010 ഇവരുടെ കാലത്ത് കൊണ്ടുവന്ന ഈ ഒരു നിയമ ഭേദഗതി കാരണമാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ ബഹളം വെക്കുന്ന, ഇവർ എതിർക്കുന്ന ഈ SIR എന്താണ് അധ്യക്ഷജി? ഇത്തരത്തിൽ മരണപ്പെട്ടു പോയവരുടെ പേരുകൾ നീക്കം ചെയ്യുക, ഒരേപോലെ പേരുകളുള്ളവരുടെ പേര് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുക, 18 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളുടെ പേരുകൾ രാജ്യവ്യാപകമായി കൂട്ടിച്ചേർക്കുക, വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റായെങ്കിലും കടന്നുകൂടിയിട്ടുള്ള വിദേശി നുഴഞ്ഞുകയറ്റക്കാരായ വോട്ടർമാരെ തിരഞ്ഞു പിടിച്ച് പുറത്താക്കുക. അതും കൂടി SIRന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തന്നെയാണ്. അതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതിനാൽ അധ്യക്ഷജി, ഞാൻ താങ്കളിലൂടെ ഈ രാജ്യത്തെ എല്ലാവരോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, വിദേശ നുഴഞ്ഞുകയറ്റക്കാരെ മനഃപൂർവ്വം വോട്ടർ പട്ടികയിലേക്ക് തിരികെ കയറ്റി ജനാധിപത്യ പ്രക്രിയയിൽ അവരെ കൊണ്ടുകൂടി ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുക എന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരായിരിക്കണം, ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ ചില വിദേശികൾ തീരുമാനിക്കണമെന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ജനാധിപത്യമാണ് മാന്യവർ? അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാനും കഴിയില്ല. ഒരു വോട്ടർക്ക് ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഈ രാജ്യത്ത് മരിച്ച ആളുകളെയും കൂടി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ജനാധിപത്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സാർ. തീർച്ചയായും എനിക്കറിയാം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിൽ SIR കൃത്യമായി നടത്തുന്നതിൽ. അത് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും അത്തരം രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് അനുകമ്പയും ദയവുമാണുള്ളത്. കാരണം ഈ രാജ്യത്തെ സാധാരണക്കാരായ ഭാരതീയരൊന്നും ചില പാർട്ടികൾക്ക് വോട്ട് കൊടുക്കുന്നതേയില്ല, അവരെ വിജയിപ്പിക്കുന്നതേയില്ല. അപ്പോൾ അവർക്ക് ആകെ കിട്ടുന്നത് ഇത്തരത്തിൽ വിദേശത്തുനിന്ന് വന്ന ചില നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടാണ്. അതുകൂടി SIR വരുമ്പോൾ പോയാൽ പിന്നെ ഇവരെന്ത് ചെയ്യും? അത്തരത്തിലുള്ള ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് അനുകമ്പയുമുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ആരായിരിക്കണം, ലോക്സഭാ പ്രതിനിധികൾ ആരായിരിക്കണം, നിയമസഭയിലേക്ക് ആരെ അയക്കണം എന്നൊക്കെ ഈ രാജ്യത്ത് കടന്നുകൂടിയ നുഴഞ്ഞുകയറ്റക്കാർ തീരുമാനിക്കണം എന്ന് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ മാന്യവർ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാട് SIRന് പൂർണ്ണമായി പിന്തുണ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും നിയമപ്രകാരമാണ് നടക്കുന്നതെന്ന് മനസ്സിലായല്ലോ. പ്രതിപക്ഷത്തിരിക്കുന്ന അംഗം ചോദിച്ചതുപോലെ ഇതിന് നിയമപരമായ ഒരു പിന്തുണ ഇല്ല എന്ന് നിങ്ങൾ ഇനി പറയില്ലല്ലോ. 1995 ലാൽ ബാബു ഹുസൈൻ പേരിൽ ഒരു കേസ് സുപ്രീം കോടതിയിൽ നടന്നിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതി, രാജ്യത്തിൻ്റെ പരമോന്നത കോടതി ഇങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വോട്ടറുടെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ ആ വോട്ടർ ഭാരതത്തിൻ്റെ പൗരനാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് റിട്ടേണിംഗ് ഓഫീസർ എന്ന് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി 1995 തന്നെ ജഡ്ജ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പലരും ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് ഒരു വോട്ടറുടെ പൗരത്വം പരിശോധിക്കുന്നതെന്നാണ്. ഇത് അവരുടെ കടമയാണ് സാർ. ഇത് ഞങ്ങളുണ്ടാക്കിയ നിയമമല്ല. 1995 തന്നെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത ഉത്തരവാണ്. ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് എടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഇത് റെക്കോർഡ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിന് അധ്യക്ഷജി, പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി 2025 നവംബർ 5 ഒരു പ്രസ് കോൺഫറൻസ് നടത്തി രാജ്യത്ത് ഒരു വലിയ ആറ്റം ബോംബ് പൊട്ടിച്ചിരുന്നു. ആ വലിയ ആറ്റം ബോംബ് പൊട്ടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു,
ഹരിയാനയിലെ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ മാത്രം 501 വോട്ടർമാരുണ്ട് എന്ന്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞിരുന്നു. ഹൗസ് നമ്പർ 265 അതൊരു ചെറിയ വീടല്ല, അത് 1 ഏക്കറിലധികമുള്ള ഒരു വലിയ പ്രദേശത്തിൽ അനേകം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് എന്ന്. അവിടെ പ്രത്യേകമായി ഓരോ വീടിനും വീട്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഒരേ വീട്ട് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് ഈ 265 വീട്ടിൽ 501 വോട്ടർമാർ വന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 3 തലമുറയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻപ് ഹരിയാനയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇതേ വീട്ട് നമ്പറിൽ ഇത്രയും അധികം ആളുകൾ വോട്ടർ പട്ടികയിലെ ഭാഗമായിരുന്നു. ഒരു കള്ള അഡ്രസ്സുമല്ല, കള്ള വോട്ടുമല്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അവിടെ പോയി പരിശോധിച്ച് അതിൻ്റെ വീഡിയോ പുറത്തുവിടുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷത്തു നിന്ന് ബഹളം തുടങ്ങുന്നുണ്ട്. അപ്പോഴദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വോട്ട് ചോരി എന്നുള്ള ഒരു കൃത്രിമമായ നരേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇവർ ബീഹാർ ഇലക്ഷന് ശേഷവും നോക്കൂ, നിങ്ങൾ എൻ്റെ പ്രസംഗം മുഴുവൻ കേൾക്കാൻ തയ്യാറാകൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 2 മിനിറ്റ് അവിടെ ഇരിക്കൂ, 2 മിനിറ്റ് അവിടെ ഇരിക്കൂ. മാന്യവർ, എനിക്ക് പറയാനുള്ളത് 2 മിനിറ്റ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ തയ്യാറാകൂ എന്ന് അദ്ദേഹത്തോട് പറയൂ. 2 മിനിറ്റിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഞാനും തയ്യാറാണ്. അധ്യക്ഷ് ജി, എനിക്ക് താങ്കളോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഇന്ന് പാതിരാത്രി വരെയും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് യാതൊരു തിരക്കുമില്ല, ഭയവുമില്ല. ദയവായി ബഹളമുണ്ടാക്കാതെ നിങ്ങൾ കേൾക്കൂ. 2 വലിയ ആളുകൾ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അധ്യക്ഷ് ജി, എൻ്റെ പ്രസംഗം പൂർത്തിയായി കഴിയുമ്പോൾ പിന്നെയും ബഹളമുണ്ടാക്കുകയാണ്. നോക്കൂ അധ്യക്ഷ് ജി, ഞാൻ താങ്കൾക്ക് ഇത് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രസംഗം പൂർത്തിയായതിനു ശേഷം പ്രതിപക്ഷത്തിരിക്കുന്ന എത്ര ആളുകൾക്ക് എത്ര സംശയമുണ്ടെങ്കിലും ആ സംശയത്തിനെല്ലാം മറുപടി പറയാൻ ഞാൻ ചുമതലപ്പെട്ടിരിക്കുന്നു. എനിക്കതിൽ യാതൊരു ഭയവുമില്ല, ഞാനതിന് തയ്യാറുമാണ്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വീണ്ടും പ്രതിപക്ഷത്തുനിന്ന് വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. എനിക്ക് 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം തരണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്. मान्यवर, मेरा विनंती भी मान्यवर, नो प्लीज डिबेट नहीं करते बेटे. നോക്കൂ, അതിന് അധ്യക്ഷ് ജി, ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അവർ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എൻ്റെ മുമ്പോട്ടുള്ള പ്രസംഗത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് തന്നെ പ്രസക്തി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവരോട് കുറച്ചു നേരം ക്ഷമിക്കാൻ പറയുന്നത്. അതിനുശേഷവും അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഉത്തരം ഞാൻ പറയാൻ തയ്യാറുമാണ്. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ഒരു വോട്ടറുടെ വയസ്സ് 24 വയസ്സായിരുന്നത് 124 വയസ്സ് എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്നും അപേക്ഷയിൽ പറ്റിയ തെറ്റാണെന്ന് ആ വോട്ടർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തെറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ രീതിയിലുള്ള തെറ്റുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ രാജ്യത്ത് ഉടനീളം പല സ്ഥലത്തുമുണ്ട്. അത്തരം തെറ്റുകൾക്കെല്ലാം തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ SIR എന്ന് പറയുന്ന പ്രക്രിയ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം രാഹുൽ ഗാന്ധി പ്രസ് കോൺഫറൻസിൽ ഉന്നയിച്ച 3-4 വോട്ടർമാരുടെ പേരുകളെടുത്ത് വ്യക്തമാക്കിക്കൊണ്ട് അതെല്ലാം തെറ്റായ ആരോപണങ്ങളായിരുന്നുവെന്നും ആ വോട്ടർമാർ തന്നെ നേരിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സത്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും വ്യക്തമാക്കി അമിത്ഷാ പ്രസംഗവുമായി മുന്നോട്ട് പോവുകയാണ്. അതിന് അധ്യക്ഷ് ജി, ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു വലിയ പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തിയതിൻ്റെ വസ്തുത എന്താണെന്നാണ് ഞാനിവിടെ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വോട്ടർ പട്ടിക തെറ്റാണ് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യമാകെ ആ വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണം വരുത്തുന്നതിന് വേണ്ടി SIR തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അതുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ അതിനെ ഇവർ വെല്ലുവിളിക്കുകയാണ്, തടസ്സപ്പെടുത്തുകയാണ്.
പഴയ വോട്ടർ പട്ടികയോടും ഇവർക്ക് വിരോധമാണ്. പുതിയ വോട്ടർ പട്ടിക കൊണ്ടുവരാൻ പോകുന്നതിനെയും ഇവർ എതിർക്കുന്നു. നോക്കൂ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തുടർച്ചയായി ഇലക്ഷൻ തോറ്റുകൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, നിങ്ങൾ ജനങ്ങളുമായുള്ള ബന്ധം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. അതിന് അധ്യക്ഷ് ജി അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിലും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ട് BJPക്ക് മാത്രം ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വരുന്നില്ല എന്ന്. ഭരണത്തെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എങ്ങനെ BJP അധികാരത്തിൽ വരുന്നു. അതിന് അധ്യക്ഷ് ജി ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കുണ്ടാകുന്നത് ജനങ്ങളുടെ ഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരുടെ ഭരണകൂടത്തോടാണ്. ഞങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ രാജ്യത്ത് തന്നെ ഇപ്പോൾ തുടർച്ചയായി 3ാം തവണ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷേ എന്ന് കരുതി ഞങ്ങൾ എല്ലാ തിരഞ്ഞെടുപ്പും ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നും അർത്ഥമില്ല. 2018 ഞങ്ങൾ ഛത്തീസ്ഗഡിൽ പരാജയപ്പെട്ടു, രാജസ്ഥാനിൽ പരാജയപ്പെട്ടു, മധ്യപ്രദേശിൽ പരാജയപ്പെട്ടു, കർണാടകയിൽ പരാജയപ്പെട്ടു, തെലുങ്കാനയിൽ ഞങ്ങൾക്ക് ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, പശ്ചിമബംഗാളിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയൊക്കെ ജയിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പുതിയ ഉടുപ്പും ധരിച്ച് നിങ്ങൾ പോയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് യാതൊരു കുറ്റവും നിങ്ങൾക്ക് പറയാനില്ല. പക്ഷേ എവിടെയൊക്കെ പരാജയപ്പെടുന്നുണ്ടോ, മൂക്കും കുത്തി വീഴുന്നുണ്ടോ ബീഹാറിനെ പോലെ, അപ്പോൾ നിങ്ങൾ വോട്ടർ പട്ടികയിൽ തെറ്റും പറഞ്ഞ് കുറ്റവും പറഞ്ഞുകൊണ്ട് പൊക്കിപ്പിടിച്ച് വീണ്ടും വീണ്ടും വരും. ഈ രീതിയിൽ രണ്ട് വള്ളത്തിൽ കാല് വെച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്? എവിടെയൊക്കെ അവർ ജയിക്കുന്നുണ്ടോ ആ സമയത്ത് വോട്ടർ പട്ടികയും കൊള്ളാം, തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൊള്ളാം. പക്ഷേ എവിടെയൊക്കെ പരാജയപ്പെടുന്നുണ്ടോ അപ്പോൾ വോട്ടർ പട്ടികയും കൊള്ളില്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ B ടീമാണ് എന്ന് പറയും. നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ നടത്തുന്ന ഈ ഇരട്ടത്താപ്പ് അത് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ കടമയാണ്, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണത്തിനും ഓരോന്നിനും വ്യക്തമായി കൃത്യമായി മറുപടി പറയാൻ എൻ്റെ കയ്യിലുണ്ട് സർ. ഇവരുടെ ഒന്നാമത്തെ വളരെ സാധാരണമായ പ്രസ് കോൺഫറൻസ്, രണ്ടാമത്തെ ആറ്റം ബോംബായിട്ടുള്ള പ്രസ് കോൺഫറൻസ്, മൂന്നാമത്തെ അതിനേക്കാൾ വലിയ ഹൈഡ്രജൻ ബോംബുമായി വന്ന പ്രസ് കോൺഫറൻസ്, ഇതിനെല്ലാത്തിനും ഞങ്ങളുടെ കയ്യിൽ മറുപടിയുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ കൂടുതലും 2 സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ളതാണ്. അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം 2010 ഇവർ ഭരിക്കുന്ന കാലത്ത് തന്നെ കൊണ്ടുവന്നൊരു ഭേദഗതി കാരണം 2 സ്ഥലങ്ങളിൽ വോട്ടറുകളുടെ പേര് ഡിലീറ്റ് ചെയ്യാനുള്ള അധികാരം റിട്ടേണിംഗ് ഓഫീസർക്ക് ഇല്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ 2 സ്ഥലത്ത് പേരുള്ളത്. അല്ലെങ്കിൽ സ്വയം നമ്മൾ പോയി ഡിലീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഓപ്ഷനാണുള്ളത്. അതൊരു ഉദാഹരണമായിട്ട് നോക്കിയാൽ നമ്മുടെ പ്രശാന്ത് കിഷോറിന് തന്നെ 2 സ്ഥലത്ത് വോട്ടുണ്ട്, കോൺഗ്രസിൻ്റെ പവൻ ഖേരയ്ക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ട്, തേജസ്വി യാദവിന് തന്നെ 2 സ്ഥലത്ത് വോട്ടുണ്ട്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവായ T സിദ്ദിഖിന് രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലത്തിൽ തന്നെ 2 വോട്ടുണ്ട്, ആം ആദ്മി പാർട്ടിയുടെ സന്ദേശ് സിംഗിന് 2 വോട്ടുണ്ട്. ഇതൊരു സാധാരണ കുറ്റമാണ്. കാരണം റിട്ടേണിംഗ് ഓഫീസർക്ക് നേരിട്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർ സ്വയം ഡിലീറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ 2010 നിയമ ഭേദഗതി കാരണം ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ആ തെറ്റും കൂടി ഇപ്പോൾ നടക്കുന്ന SIRന്റെ പരിധിയിൽ പെടുന്നുണ്ട്. അതും പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യപ്പെടും. കൂടുതൽ വ്യക്തവും ശുദ്ധവുമായ ഒരു വോട്ടർ പട്ടിക നമ്മുടെ രാജ്യത്തിന് ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതിനെയും ഇവർ എതിർക്കുകയാണ്. നോക്കൂ, അതിനധ്യക്ഷ് ജി ഇവർ തുടർച്ചയായി വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് വോട്ട് ചോരി എന്ന് ഞാൻ വ്യക്തമാക്കി തരാം, എൻ്റെ അറിവിലുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരം സ്പീക്കർ സാർ കൊടുക്കുന്നുണ്ട്. സ്പീക്കർ സാർ, ഇന്നലെയുള്ള എൻ്റെ ചോദ്യം ഇതായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷണർക്ക് അവരുടെ കാലഘട്ടത്തിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നീട് കേസെടുക്കില്ല എന്നുള്ള ഒരു ഇമ്മ്യൂണിറ്റി കൊടുത്തത് ചരിത്രത്തിലാദ്യമായി ഇവരുടെ കാലത്താണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സാർ. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഏറ്റവും ആദ്യം ഞങ്ങളോട് പറയണം. ഹരിയാനയുടെ കാര്യത്തിൽ ഞാൻ നടത്തിയ പ്രസ് കോൺഫറൻസിനെ കുറിച്ച് അമിത്ഷാജി ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അവിടെ ഞാൻ അനേകം തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പ്രസ് കോൺഫറൻസിനെ കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ എല്ലാ പ്രസ് കോൺഫറൻസിലെ ചോദ്യങ്ങൾക്കും അമിത്ഷാജി മറുപടി പറയട്ടെ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിന് പ്രസ് കോൺഫറൻസിൽ ഞാൻ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഇവിടെ ഒന്ന് അത് പറയട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. आपने बात की थी, उत्तर प्रदेश में और
हरियाणा में दोनों चुनाव में वोट कैसे दे रहे मानिए, हैं? प्लीज। ये भी जवाब दे दीजिए। मान्यवर पहले ആദരണീയ അധ്യക്ഷ് ജി, ഏറ്റവും ആദ്യം ഞാൻ ഇത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 30 വർഷമായി നിയമസഭയിലും ലോക്സഭയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ നടപടികളെക്കുറിച്ചുള്ള मुझे കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ദീർഘമായ അനുഭവമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഏറ്റവും ആദ്യം ഉത്തരം തരൂ, എനിക്കത് കേൾക്കണമെന്നുള്ളതാണ്. आपकी നിങ്ങളുടെ തിട്ടൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭ നടത്താൻ കഴിയില്ല. ഞാൻ എന്തു പറയണം, എപ്പോൾ പറയണം എന്നുള്ള തീരുമാനം ഞാനാണ് എടുക്കുന്നത്, അത് നിങ്ങളല്ല. നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ തിട്ടൂരത്തിനനുസരിച്ച് സഭ കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. മാന്യവർ, അവർ ധൈര്യം കാണിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്ന ഉത്തരങ്ങൾ പൂർണ്ണമായി കേൾക്കാനുള്ള ക്ഷമ, ധൈര്യം അവർ കാണിക്കണം. ഏതൊക്കെ ചോദ്യത്തിന് എപ്പോൾ മറുപടി പറയണമെന്നുള്ള ക്രമം തീരുമാനിക്കുന്നത് അവരല്ല, ഞാനാണ്. കാരണം ഇവിടെ സഭയിൽ പ്രസംഗിക്കുന്നത് ഞാനാണ്. വീണ്ടും രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട് സ്പീക്കർ സാർ. आपने अगर अमित शाह जी നോക്കൂ സ്പീക്കർ സാർ, അമിത്ഷായുടെ മറുപടി കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പൂർണ്ണമായി പേടിച്ചിരിക്കുകയാണ് എന്നാണ്. അദ്ദേഹം പൂർണ്ണമായി തന്നെ ഡിഫെൻസീവ് മോഡിലേക്ക് മാറിയിരിക്കുന്നു, പ്രതിരോധ മോഡിലേക്ക് മാറിയിരിക്കുന്നു. ഇത് അദ്ദേഹം വളരെ പേടിച്ച് നടത്തുന്ന ഒരു പ്രസ്താവന പോലെയുണ്ട്. माननीय गृह मंत्री जी, ആദരണീയ അധ്യക്ഷ് ജി, അങ്ങയുടെ മുഖത്ത് വളരെ ഒരു ആശയക്കുഴപ്പം, ഒരു വിഷമം ഞാൻ കാണുന്നുണ്ട്. ഞാനിനി എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നതെന്ന്. ഞാൻ അവരുടെ ആ തന്ത്രത്തിൽ വീഴാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ മറുപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇത്രയും മാത്രമാണ് പറഞ്ഞത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ക്രമം എന്തായിരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം എന്തു പറയണം, അവസാനം എന്തു പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് എൻ്റേതുപോലെ അവർക്കുമുണ്ട്. തീർച്ചയായും ഇന്നലെ ഇവിടെ നിന്ന് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു, ആ സമയത്ത് ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ പറയുന്നതെല്ലാം നുണയാണ് എന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തെ പറയാൻ അനുവദിക്കാനുണ്ടായത്. അതുകൂടാതെ ഞാൻ ഇതും പറഞ്ഞു, എൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയതിന് ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കൂ, അതിനുള്ള ഉത്തരവും ഞാൻ തരാം. ഞാൻ അതിനുവേണ്ടി തയ്യാറാണ് എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ അതിനുള്ള ക്ഷമയും വേണം, ധൈര്യവും വേണം, കേൾക്കാനും തയ്യാറാകണം. ഇവർ പറയുന്ന വോട്ട് ചോരി ഉണ്ടല്ലോ, ശരിക്കും എന്താണ് വോട്ട് ചോരി എന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് വോട്ടറാകാനുള്ള അധികാരം ഇല്ലാഞ്ഞിട്ടും അയാൾ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് വോട്ട് ചോരിയാണ്. രണ്ടാമത്തെ കാര്യം, വളരെ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ അതിനെ വോട്ട് ചോരി എന്ന് പറയാം. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ, ജനാധിപത്യത്തിൻ്റെ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് അധികാര സ്ഥാനത്തിലേക്ക് ഏതെങ്കിലും ഒരു പദവി നേടിയെടുക്കുകയാണെങ്കിൽ അതിനെയും വോട്ട് ചോരി എന്ന് പറയാം. എൻ്റെ സുഹൃത്തെ, ദയവായി ഒന്ന് കേൾക്കാൻ തയ്യാറാകൂ. എന്തിനാണ് വെറുതെ ബഹളം വെക്കുന്നത്? ഈ 3 വോട്ട് ചോരിയും നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ചില ഉദാഹരണങ്ങൾ കൂടി ഇവിടെ വ്യക്തമാക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ പ്രധാനമന്ത്രിയെ തീരുമാനിച്ചത് ഇങ്ങനെയാണ്. ഓരോ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിനും ഓരോരോ വോട്ടുണ്ടായിരുന്നു. അതിൽ 18 പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വോട്ട് സർദാർ പട്ടേലിനാണ് ലഭിച്ചത്. വെറും 2 വോട്ടാണ് ജവഹർലാൽ നെഹ്റുവിന് ലഭിച്ചത്. ആദ്യ അധ്യക്ഷ് ജി, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവായി എങ്ങനെ? അതിന് അധ്യക്ഷ് ജി, രണ്ടാമത്തെ വോട്ട് ചോരിയുടെ ഉദാഹരണവും ഞാൻ പറയാം. അത്തരം വോട്ട് ചോരിയുടെ ചരിത്രവും നമ്മുടെ ജനാധിപത്യ ചരിത്രത്തെ കളങ്കപ്പെടുത്തിയിട്ട് ഭാരതത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധി റായ് ബറേലിയിൽ നിന്ന് ജയിച്ചതിൻ്റെ കഥ. അലഹാബാദ് കോടതിയെ സമീപിച്ചു അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായണൻ. കോടതി ഇങ്ങനെ വിധിച്ചു, ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് നിയമപരമായ രീതിയിലായിരുന്നില്ല, ചില അനധികൃതമായ നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ ജയം കോടതി റദ്ദാക്കി. അതിന് അധ്യക്ഷ് ജി, തീർച്ചയായും ഇത് വളരെ വലിയ വോട്ട് ചോരി തന്നെയാണ്. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവർ ചെയ്ത വോട്ട് ചോരി സാധുതയാക്കുന്നതിന് വേണ്ടി അവർ പാർലമെൻറ്റിൽ പുതിയൊരു നിയമം കൊണ്ടുവരാനുണ്ടായത്. പ്രധാനമന്ത്രിക്കെതിരെ ആരും കേസ് കൊടുക്കാനേ പാടില്ല എന്ന്.
അവർ നിയമം കൊണ്ടുവന്നു. प्रधानमंत्री के എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്, നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇത് നോക്കൂ, ഒരു പ്രധാനമന്ത്രി സ്വയം അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നിട്ട് സ്വയം ഇമ്മ്യൂണിറ്റി കൽപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല, ആരും കൊടുത്തതല്ല, അവർ സ്വയം എടുത്തണിയുകയാണ്. അവർക്കെതിരെ ആരും ഒരു കേസും കൊടുക്കാൻ പാടില്ല, അവരെ ആരും ചോദ്യം ചെയ്യാനും പാടില്ല എന്ന്. പ്രതിപക്ഷത്തു നിന്ന് കുറച്ച് ബഹളങ്ങൾ നടക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് സ്പീക്കർ സാറ് സംസാരിക്കുന്നുണ്ട്. എപ്പോഴും എഴുന്നേറ്റ് നിങ്ങൾ സംസാരിക്കാൻ കഴിയില്ല, ഓരോ 5 മിനിറ്റിൽ നിങ്ങൾക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എന്നും പറയുന്നുണ്ട്. അതിന് മറുപടിയായി, നോക്കൂ, നിങ്ങൾ ഇപ്പോൾ എതിർക്കുന്ന നരേന്ദ്രമോദിയെയും ജനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതും തുടർച്ചയായി 3 തവണ ജനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. प्रधानमंत्री बनाया है भाई। അല്ലാതെ നിങ്ങളുടെ കൃപ കൊണ്ടുണ്ടായതല്ല, നിങ്ങളുടെ ദയ കൊണ്ട് മോദി പ്രധാനമന്ത്രി ആയതല്ലോ. ആദരണീയ അധ്യക്ഷ് ജി, പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണകൂടം ഒരു പ്രത്യേക പരിരക്ഷ കൊടുത്തുവെന്ന്. അവരുടെ ആരോപണം തെറ്റാണ്. അങ്ങനെ ഒരു പരിരക്ഷയും ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതിൻ്റെ മറുപടി ഞാൻ പിന്നീട് തീർച്ചയായും പറയുന്നതായിരിക്കും. हमने तो चलो मान ഇനി അവർ പറയുന്നത് പോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പരിരക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനേക്കാൾ വലിയ തെറ്റല്ലേ ഇവരുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വയം പരിരക്ഷ എടുത്തണിഞ്ഞത്? ആ തെറ്റെന്താണ് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്? അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി അവർക്കെതിരായിരുന്നപ്പോൾ സുപ്രീം കോടതിയിൽ അവർക്ക് ആ കേസ് ജയിക്കുന്നതിന് വേണ്ടി അവരെന്താണ് ചെയ്തത്? സീനിയോറിറ്റി മറികടന്നുകൊണ്ട് 1, 2, 3 സ്ഥാനത്തുള്ള ആളുകളെ പരിഗണിക്കാതെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വിധി പറയുന്ന 4ാമത്തെ സീനിയോറിറ്റിയിലുള്ള ആളിനെ ചീഫ് ജസ്റ്റിസ് ആക്കി കൊണ്ടുവന്ന് അവർക്ക് വേണ്ട വിധി അവർ സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു. അതിനപേക്ഷിച്ച് ഇത് ചരിത്രമാണ്. ഇവരുടെ കൂട്ടത്തിൽ ആരും ചരിത്രം വായിച്ചു നോക്കുന്നവരില്ലേ? രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഇത്തരം തെറ്റായ നടപടികൾക്കെതിരെ സ്വന്തം ജീവിതം ഹോമിച്ച പല ആളുകളും, ലല്ലൻ സിംഗിനെ പോലുള്ള ആളുകൾ ഈ സഭയിൽ ഇരിപ്പുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് അടിയന്തരാവസ്ഥക്കാലത്ത് അവർ തകർത്ത് കളഞ്ഞത്. ഇനി 3ാമത്തെ വോട്ട് ചോദ്യം പറയാം. യോഗ്യതയില്ലാതെ ഭാരതത്തിലെ വോട്ടറായി മാറുക. और मतदाता बन जाना। ഇപ്പോൾ വളരെ അടുത്ത സമയത്ത് നമ്മുടെ ഡൽഹിയിലെ ഒരു കോടതിയിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനം ഇതാണ്, വാദം ഇതാണ്, നമ്മുടെ സോണിയാഗാന്ധി ഈ രാജ്യത്തിൻ്റെ പൗരത്വം നേടിയെടുക്കുന്നതിന് മുമ്പേ ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു എന്നുള്ളത്. आगे सुनो, बोल क्या रहे, पूरी बात तो सुनो। मान्यवर ആദരണീയ അധ്യക്ഷ് ജി, ഞാൻ ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്തരമൊരു ആരോപണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി സിവിൽ കോടതിയിൽ ഒരു പരാതി വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിൽ ഒരു തീരുമാനമെടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത്തരമൊരു പരാതി വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ മറുപടി സോണിയാഗാന്ധിയും അവരുടെ ആൾക്കാരും കോടതിയിലാണ് നൽകേണ്ടത്. അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. बीच के भाषण में पॉइंट ऑफ ऑर्डर नहीं होता। Filed a case on Madam Sonia Gandhi's voting on that 80. Sir, that Ross Avenue Court dismissed that case without, there is no substance in that case. After that, the same person given an appeal. Gandhi not even voted in that election. I am challenging Home Minister. Okay. Sonia Gandhi not even voted that election. Can you prove it? Can you prove it? Sir, misleading statement a Home Minister doing. Sir, you are. What is this, sir? एक मिनट നോക്കൂ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ തയ്യാറാകൂ. നിങ്ങൾ എഴുന്നേറ്റെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിന് മറുപടി കേൾക്കണ്ടേ? നോക്കൂ, അതിന് അധ്യക്ഷ് ജി, ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു കേസ് ഡൽഹി സിവിൽ കോടതിയിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ്. അല്ലാതെ അതിനൊരു കൺക്ലൂഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് വസ്തുതയുമാണ്. ആ നോട്ടീസിന് മറുപടിയായി സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വക്കീലോ അതിന് മറുപടി നൽകി കഴിയുമ്പോഴാണ് കോടതി ഒരു കൺക്ലൂഷൻ പറയുന്നത്. അതിനുശേഷമേ എനിക്കും കൺക്ലൂഷൻ പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തരമൊരു വാദമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുമാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. കോടതി കൺക്ലൂഷൻ പറഞ്ഞതിന് ശേഷം വീണ്ടും അത്തരമൊരു കാര്യം പറയേണ്ട ആവശ്യം വന്നാൽ തീർച്ചയായും ഞാനതിവിടെ പറയും. അതിന് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കൂ, ആദരണീയ അധ്യക്ഷ് ജി,
ഞങ്ങളും ഭരണപക്ഷത്ത് വരുന്നിട്ടുണ്ട്, പ്രതിപക്ഷത്ത് വരുന്നിട്ടുണ്ട്. ഞങ്ങളും പല തിരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും പ്രതിപക്ഷത്തിരിക്കുകയാണുണ്ടായിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ ചരിത്രമെടുത്താലും രാജ്യത്തിൻ്റെ ചരിത്രമെടുത്താലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ ആ സിസ്റ്റത്തിനെതിരെയോ ഒരു തരത്തിലുള്ള കുറ്റവും പറയാൻ പോയിട്ടില്ല. എന്നാൽ ഇന്ന് ഒരു ഫാഷൻ പോലെ ആയിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിക്കുക എന്നത്. ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞത്, തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ പറഞ്ഞത്, കേരളത്തിലെ കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്, തേജസ്വി യാദവ്, അഖിലേഷ് യാദവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞത്, അവർ ഉപയോഗിച്ച വാചകങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ കൂടി രാജ്യത്തെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും ഈ സ്വഭാവം അവരുടെ ഒരു പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ട്. ഇവർ മനസ്സിലാക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിലാകാതെ പോലെ നടിക്കുന്നത്, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നിയമനം കൊടുത്തതല്ല. രാജ്യത്തിൻ്റെ ഭരണഘടന അവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളതാണ് ഈ രാജ്യത്തെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. അത്തരം ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ, വളരെ ബാലിശമായ വാദങ്ങൾ ഇങ്ങനെ നിരന്തരം ഉന്നയിച്ചുകൊണ്ട്, ഇങ്ങനെ കുറ്റപ്പെടുത്തി കളങ്കിതമാക്കിക്കൊണ്ട് നിങ്ങൾ രാജ്യത്തെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത്, രാജ്യത്തെ തന്നെയാണ് പരിഹസിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് സർക്കാരിനെയാണെന്നാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ഈ രീതിയിൽ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നത്, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ കുറ്റപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ തന്നെ കളങ്കപ്പെടുത്തുന്നതിന് തുല്യമാണ്. ലോകത്തിനു മുമ്പിൽ നിങ്ങൾ ഇന്ത്യയെ തന്നെയാണ് പരിഹസിക്കുന്നത്. നോക്കൂ, ഞങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടത് ഇവരിത് പറയുന്നത് കേട്ട് രാജ്യത്ത് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം അവർക്കറിയാം അവർ വോട്ട് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ BJP ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് കൊടുക്കുന്ന ജനത്തിന് യാതൊരു സംശയവുമില്ല. അവരുടെ മനസ്സിൽ യാതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഇവരുടെ ഒരു പ്രസ്താവനയ്ക്കും കഴിയില്ല. ഇവരാണെങ്കിൽ വോട്ട് ചോരി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല യാത്രകൾ നടത്തിയല്ലോ. എന്നിട്ടും ബീഹാറിൽ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകുമല്ലോ രാജ്യത്തെ ജനങ്ങൾ ഇവരെ എത്രമാത്രം വിശ്വസിക്കുന്നുവെന്ന്. അതിന് അധ്യക്ഷജി, ഇത് ഇവരുടെ ഒരു ദിനചര്യയായി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറ്റം പറയുക, വോട്ടർ പട്ടികയെ കുറ്റം പറയുക, തെറ്റായ വാദങ്ങൾ ഉന്നയിക്കുക, ഇത് ഇവരുടെ ഒരു രീതിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ നിങ്ങൾ എത്രയോ തെരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കുന്നു, ഞങ്ങൾ എത്രയോ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് തോക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുമായി ചേർന്ന് അതിനെക്കുറിച്ച് പഠിക്കാനാണ് സമയം ചെലവഴിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ആ സമയം അതിനെ ചെലവഴിക്കാതെ പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുന്നു. അതിന് അധ്യക്ഷജി, ഞാൻ അങ്ങയിലൂടെ ഈ രാജ്യത്തിന് മുമ്പിൽ ചില കണക്കുകൾ കൂടി വെക്കാൻ ആഗ്രഹിക്കുന്നു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇവർക്ക് ഭയം തുടങ്ങിയത്. ശരിയാണ്. അതിനുശേഷം ഞങ്ങൾ തുടർച്ചയായി 3 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം രാജ്യത്തെ 41 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP NDA സഖ്യം ജയിച്ചിട്ടുമുണ്ട്. 2014 മുതൽ 2025 വരെയുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതേ കാലയളവിൽ പ്രതിപക്ഷ പാർട്ടികൾ 30 ഇലക്ഷനുകൾ ജയിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത്. 30 ഇലക്ഷനുകൾ. നിങ്ങൾ പറയുന്നത് പോലെ വോട്ടർ പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾക്കെതിരായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? നിങ്ങൾ അതും കൂടി ഈ രാജ്യത്തെ ജനങ്ങളോട് പറയണം. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജയിച്ചു വന്ന മണ്ഡലമുണ്ടല്ലോ വയനാട്ടിൽ. ആ വയനാട്ടിലും വോട്ടർ പട്ടികയിൽ ഈ രീതിയിലുള്ള ചില തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് ഞങ്ങളും വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അമേഠിയിലെ വോട്ടർ പട്ടികയെക്കുറിച്ചും ചില പരാതികളുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അതിനവർക്ക് മറുപടിയില്ല. ഇങ്ങനെ വോട്ടർ പട്ടികയിലുള്ള ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുകൊണ്ടാണ് അവർ പരാജയപ്പെടുന്നത് എന്നുള്ള വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ശരിക്കും അവർ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നതെന്ന് എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം അവർക്ക് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇനി അവരുടെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം, അതിനുള്ള ഈ SIR എന്ന പ്രക്രിയ ഈ രാജ്യത്ത് നടക്കുന്നത്. എന്നാൽ അതിനെയും ഇവർ എതിർക്കുകയാണ്. എനിക്കതാണ് മനസ്സിലാകാത്തത്. നിങ്ങളുടെ BLA സഹകരിക്കരുതെന്ന് നിങ്ങൾ പറയുന്നു. പലയിടങ്ങളിലും SIR-ൽ നിന്ന് ബഹിഷ്കരണം നടത്തണം എന്ന് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന, നിങ്ങളുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഈ പ്രക്രിയയുമായി
പരമാവധി സഹകരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. നോക്കൂ, ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട നിങ്ങളുടെ ഡിമാൻഡാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് SIR നടപ്പിലാക്കുന്നത്. അതിനെക്കുറിച്ച് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ അവരോട് ചോദ്യം ചോദിച്ചാൽ, ന്യായമായ ഏതൊരു ചോദ്യം ഏതൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചാലും അവരെ ചൂണ്ടി ഉടനെ ഓ നിങ്ങൾ BJPയുടെ ഏജന്റാണ് എന്നുള്ള മറുചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ആദരണീയ നിതീഷ് ജി, ഈ രാജ്യത്തെ പത്രക്കാർ, മാധ്യമപ്രവർത്തകർ ഒരിക്കലും BJPയുടെ ഏജന്റാകാൻ ഒരു സാധ്യതയുമില്ല. ഈ രാജ്യത്തെ പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവർ ചോദിക്കാവുള്ളൂ, വാർത്തയാക്കാൻ പാടുള്ളൂ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഇത് എമർജൻസി കാലഘട്ടമല്ല, ഇവിടെ അടിയന്തരാവസ്ഥ നിലവിലില്ല. എന്തെങ്കിലും ന്യായമായ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണെങ്കിൽ അവർ BJP ഏജന്റാണെന്ന് പറയും. ഇവർക്കെതിരായിട്ടുള്ള വിധികൾ ഏതെങ്കിലും കോടതി പുറപ്പെടുവിച്ചാൽ ആ ജഡ്ജിയെ ഇവർ കുറ്റം പറയും. ഇലക്ഷൻ തോറ്റുപോയാൽ ആദ്യം ഇവർ EVM കുറ്റം പറയുമായിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കുറ്റം പറയുകയാണ്, അല്ലെങ്കിൽ വോട്ടർ പട്ടികയെ കുറ്റം പറയുകയാണ്. വോട്ട് ചോരി എന്ന പേരിൽ ഈ രാജ്യം മുഴുവൻ, ബീഹാറിൽ പ്രത്യേകിച്ചും വലിയ യാത്രയും ചർച്ചയും ഒക്കെ നടത്തി, എന്നിട്ടും പരാജയപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇലക്ഷനുകൾ തുടർച്ചയായി പരാജയപ്പെടുന്നതിന് കാരണം നിങ്ങളുടെ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ്. നിങ്ങളുടെ നേതൃത്വം തന്നെയാണ്, അല്ലാതെ EVM വോട്ടർ പട്ടികയോ ഒന്നുമല്ല. നോക്കൂ, എനിക്ക് തീർച്ചയായും വിശ്വാസമുണ്ട് ആദരണീയ നിതീഷ് ജി, ഒരു സമയത്ത് തുടർച്ചയായി ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ തോറ്റുകൊണ്ടേയിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രവർത്തകർ തന്നെ ഇവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്തരമൊരു കാലഘട്ടം വരാൻ പോവുക തന്നെയാണ്. നോക്കൂ, ഈ ജനാധിപത്യ ഭാരതത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ജഡ്ജി ഒരു വിധി പുറപ്പെടുവിച്ചതിൻ്റെ പേരിൽ ആ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെൻറ്റിന് തയ്യാറെടുക്കുക എന്നുള്ളത്, അതും ഈ ഇന്ത്യ മുന്നണി ചെയ്തു. അതും മതപരമായ അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെൻറ്റിന് തയ്യാറെടുക്കുക. എന്നാലോചിച്ച് നോക്കൂ, ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഏതാണ്ട് എല്ലാ ആളുകളും ആ പെറ്റീഷനിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഉദ്ധവ്ജിയും സൈൻ ചെയ്തിട്ടുണ്ട്. ഉദ്ധവ്ജി, നിങ്ങൾ ആ വിഷയം യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അതിൽ ഒപ്പുവെച്ചത്? ആ വിധി എന്താണെന്ന് അറിയുമോ? ഒരു മലയുടെ മുകളിൽ ഹിന്ദു ഉത്സവത്തിൻ്റെ ഭാഗമായി ഒരു വിളക്ക് തെളിക്കേണ്ടതുണ്ട്. ആ വിളക്ക് തെളിക്കാനുള്ള അധികാരമാണ് കോടതി അവർക്ക് കൊടുത്തത്. 3000 വർഷങ്ങളായി നടക്കുന്ന ഒരു ആചാരമാണ്. അത് ചില മതപരമായ കാരണങ്ങളാൽ തടസ്സപ്പെട്ടിരുന്നു. അവിടെ ആ ഉത്സവം വീണ്ടും നടത്തുന്നതിനുള്ള അധികാരമാണ് കോടതി നൽകിയത്. ആ വിധിക്കെതിരെയാണ് നിങ്ങൾ ഒപ്പുവച്ചിരിക്കുന്നത്. ഗൗരവജി അവിടെ ഇരിക്കൂ. പുതിയ മുദ്രാവാക്യവും എടുത്തുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണോ? അവിടെ ഇരിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ആദരണീയ നിതീഷ് ജി, 2014 ശേഷം ഇവർ പറയുന്നത് പോലെ തുടർച്ചയായി ഇവർ പരാജയപ്പെടാൻ തുടങ്ങിയല്ലോ. അവരാദ്യം EVM സംശയത്തിന് നിഴലിൽ നിർത്തി EVM-നെതിരെ പല ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു. ഞാൻ ഇന്ന് ഈ സഭയിലൂടെ നിങ്ങളോടും ഈ രാജ്യത്തെ ജനങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു, EVM എന്ന് പറഞ്ഞ സിസ്റ്റം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ആരാണ്? 1989 മാർച്ച് 15 രാജീവ് ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ബാലറ്റ് പേപ്പർ മാറ്റി EVM കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇപ്പോൾ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ആ EVM സിസ്റ്റത്തിനെതിരെയും അതേ കോൺഗ്രസ് പാർട്ടി എതിർക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒന്ന് കേൾക്കാൻ തയ്യാറാകൂ. EVM-ൻ്റെ ചരിത്രം കൂടി ജനങ്ങൾ അറിയണമല്ലോ. അതിനുശേഷം EVM വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ പല തർക്കങ്ങളും ഉണ്ടായി. ആ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വരെ പോയി. അവസാനം സുപ്രീം കോടതിയിലെ 5-അംഗ ബെഞ്ച് 2002 EVM കൊണ്ടുവരാനുള്ള ആ നിയമ ഭേദഗതി അംഗീകരിച്ചു. അവരുടെ തന്നെ രാജീവ് ഗാന്ധിയെയും ഇപ്പോൾ അവർ അംഗീകരിക്കുന്നില്ല. രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ വിധിയെയും ഇപ്പോൾ അവർ അംഗീകരിക്കുന്നില്ല. അതിനുശേഷം മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി ഈ 3 സംസ്ഥാനങ്ങളിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം 1998 EVM ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു. എത്രത്തോളം അടിസ്ഥാനപരമായ പ്രവർത്തനം നടത്തിയിട്ടാണ് ഈ സിസ്റ്റം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് വിജയിച്ചതിന് ശേഷം രാജ്യവ്യാപകമായി EVM ആദ്യമായി ഉപയോഗിച്ചത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ സിസ്റ്റത്തിനെല്ലാം വേണ്ട പിന്തുണയും കൊടുത്തത് ഞങ്ങൾ ഭരിക്കുമ്പോഴാണ്. അങ്ങനെയാണ് 2004 രാജ്യവ്യാപകമായി ആദ്യമായി EVM ഉപയോഗിച്ച് ഒരു ഇലക്ഷൻ പൂർണ്ണമായി ഈ രാജ്യത്ത് നടന്നത്. ആ 2004 ഇലക്ഷനിൽ ആരാണ് ജയിച്ചത്? ഞങ്ങളാണോ? നിങ്ങളാണ് ജയിച്ചത്, അവരാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് EVM-നെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു രാജ്യവ്യാപകമായി. അവിടെയും EVM ഉപയോഗിച്ചു.
അവർ വിജയിച്ചതുകൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല. EVM സൂപ്പറായിരുന്നു. 2014 അതേ EVMകൾ ഉപയോഗിച്ച് ഞങ്ങൾ ജയിച്ചു. അപ്പോഴേക്കും EVM പ്രശ്നമായി. എന്നാൽ ഞങ്ങൾ ജയിച്ചപ്പോഴുണ്ടായ ആ EVMൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തത് അവർ ഭരിക്കുന്ന കാലത്താണ്. അതുപോലും അവർ മറന്നുപോയോ? EVMൻ്റെ നിയമവും അവർ കൊണ്ടുവന്നു, മെഷീനും അവർ കൊണ്ടുവന്നു. അതുകൊണ്ടുള്ള ആദ്യ തിരഞ്ഞെടുപ്പും അവർ ജയിച്ചു, രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് അവർ ജയിച്ചു. പരാജയപ്പെട്ടപ്പോൾ EVM അവർക്ക് പറ്റില്ല. EVM മാറ്റി ബാലറ്റ് പേപ്പർ കൊണ്ടുവരണം. എന്തൊരു കഷ്ടമാണിത്. മറ്റൊരു കാര്യം കൂടി പറയാം. EVMനെതിരെയും ഈ രീതിയിലുള്ള തെറ്റായോ ശരിയായോ ആയിട്ടുള്ള പല ആരോപണങ്ങളും വരുന്നുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ രാജ്യത്ത് നടന്നു. 5 വർഷത്തെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് VVPAT എന്നൊരു സംവിധാനം EVMനോട് ചേർന്ന് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നത്. ഈ VVPAT സംവിധാനം എന്താണ്? ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. എങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. ഞാനൊന്ന് വിശദീകരിക്കാം. EVM അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ, ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത് താമര ചിഹ്നത്തിന് നേരെയാണെങ്കിൽ അതിനോട് ചേർന്ന് ഒരു പേപ്പറിൽ രേഖപ്പെടുത്തും ഞാൻ ആ വോട്ട് രേഖപ്പെടുത്തിയത് ഇത്രാം ക്രമനമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആ താമര ചിഹ്നത്തിൽ തന്നെയാണോ എന്ന്. ബട്ടണിൽ ഞെക്കുന്നതും പേപ്പറിൽ വരുന്നതും ഒന്നു തന്നെയാണോ എന്നറിയില്ല. എങ്ങനെ പരിശോധിക്കും എന്നുള്ള രീതിയിൽ തർക്കങ്ങളുണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും ഒരു തീരുമാനമെടുത്തു. ഓരോ EVMൻ്റെയും 5% VVPATകൾ എണ്ണി നോക്കി ഉറപ്പുവരുത്തണമെന്ന്. 5% EVMൽ വന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണോ VVPATലും വന്നിട്ടുള്ളത് എന്ന് 5% പരിശോധിക്കണം എന്നുള്ള തീരുമാനം കൊണ്ടുവന്നു. അത് രാജ്യവ്യാപകമായി നടപ്പിലാക്കി. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യം ചോദിച്ച് ഒരു മറുപടിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ രാജ്യമാകെ 16,000 EVMകൾ VVPATുമായി താരതമ്യപ്പെടുത്തി നോക്കിയിട്ടുണ്ട്. അതിൽ ഒരിടത്ത് പോലും, ഒരു സ്ഥലത്ത് പോലും ഒരു തെറ്റും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും എല്ലാ പാർട്ടിക്കാരുടെയും ഒരു ഏജന്റ് ഉണ്ടായിരിക്കും. EVM സീൽ ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ എല്ലാം ഒപ്പ് വാങ്ങിക്കാറുണ്ട്. വോട്ടെണ്ണാൻ തുടങ്ങുന്നതിന് മുമ്പും വോട്ടെണ്ണാൻ തുടങ്ങിയതിന് ശേഷവും EVMൻ്റെയും VVPATൻ്റെയും പരിശോധനകൾക്ക് ശേഷം രണ്ടിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുടെ ഒപ്പ് വാങ്ങിയെടുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നിട്ടും EVMനെതിരെ, ഇലക്ഷൻ കമ്മീഷനെതിരെ നിരുത്തരവാദപരമായ ആരോപണങ്ങൾ ഇവർ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇവരുടെയൊക്കെ തുടർച്ചയായ ആരോപണങ്ങൾ വരുന്നതുകൊണ്ട് രാജ്യത്താകെ 10 സംസ്ഥാനങ്ങളിൽ 100 ഇടങ്ങളിൽ EVM സ്ഥാപിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും ക്രമക്കേട് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേകം സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പെടുത്തി. ഒരു തരത്തിലുള്ള ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം വീണ്ടും ആരോപണമുണ്ടായി. അതുകൊണ്ട് 2017 ജൂണിൽ ഡൽഹിയിൽ EVM മെഷീൻ 3 ദിവസത്തേക്ക് ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളോ ഏതെങ്കിലും ഹാക്കർമാർക്കോ ഏതെങ്കിലും ശാസ്ത്രജ്ഞനോ EVM ഹാക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ വന്ന് ഹാക്ക് ചെയ്ത് കാണിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ 3 ദിവസം സമയം കൊടുത്ത് വെല്ലുവിളിച്ചു. ഇവരിൽ ആരും പോയില്ല. ഈ പത്രക്കാരോട് പ്രസ് കോൺഫറൻസ് നടത്തിയുള്ള ആരോപണം മാത്രമാണ് എപ്പോഴും ഉന്നയിക്കുന്നത്. അല്ലാതെ ഇവർക്ക് കോടതിയിൽ പോകാനും ധൈര്യമില്ല, ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് സമീപിക്കാനും ധൈര്യമില്ല. നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്പേർട്ടിനെ അയക്കാമല്ലോ. അതും നിങ്ങൾ അയച്ചില്ല. ഒരു എക്സ്പെർട്ടും അവിടെ വന്നില്ല. അതിനുശേഷമാണ് രാജ്യത്താകെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും EVM ഉപയോഗിക്കാം എന്നുള്ള തീരുമാനം 2017 ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത്. അതിനുശേഷം ഞാനും ഒരു തവണ ആലോചിച്ചു, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർച്ചയായി ഇങ്ങനെ വെല്ലുവിളിക്കുന്നു, പക്ഷേ എന്നിട്ടും ഇവർ EVMനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനിടയ്ക്ക് സാല എന്നുള്ള വാക്ക് ഹിന്ദിയിൽ ഒരു മോശം പദമാണ്, അത് അദ്ദേഹം ഉപയോഗിച്ചു. അതിനെതിരെ പ്രതിഷേധം വീണ്ടും പ്രതിഷേധത്തിനുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നീക്കം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സ്പീക്കറോട്. ഞാൻ ആലോചിച്ചു, EVMൽ ഒരു പ്രശ്നവുമില്ലെങ്കിൽ എന്തിനാണ് ഇവർ പിന്നെയും പിന്നെയും EVMനെ എതിർക്കുന്നതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവരുടെ കാലഘട്ടത്തിൽ ബാലറ്റ് പേപ്പർ വെച്ച് പോളിംഗ് നടക്കുമ്പോൾ അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പലയിടത്തും, ബീഹാറിലൊക്കെ അവർ ബാലറ്റ് ബോക്സുകൾ തന്നെ തലയിൽ വെച്ചുകൊണ്ട് ബൂത്ത് ആക്രമിച്ച് മോഷ്ടിച്ച് അവരുടെ ഇഷ്ടത്തിന് വോട്ട് ചെയ്യുമായിരുന്നു. അത് ഒരുപക്ഷെ EVM വന്നതിന് ശേഷം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇവർക്ക് EVMനെതിരെ എന്ന് എനിക്ക് മനസ്സിലായി. വോട്ട് ചോരി എന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യ അട്ടിമറി അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ വയറ്റിൽ വേദനയുണ്ടായി. അവർ ഭരിച്ചിരുന്ന പലയിടത്തും അവർ ജയിച്ചിരുന്നത് ഈ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തെ, ജനങ്ങളുടെ ഹിതത്തെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു. അത് ഇപ്പോൾ നടത്താൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് അവർ ഇന്ന് EVM-നെ എതിർക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനെ എതിർക്കുന്നത്. ജനങ്ങളുടെ ഹിതമനുസരിച്ച് നിങ്ങൾക്ക് ഇലക്ഷനുകൾ ജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കൂ, ജയിച്ചു കാണിക്കൂ. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അല്ലാതെ ഇലക്ഷൻ പ്രക്രിയയെ അട്ടിമറിച്ച് നിങ്ങൾക്ക് ജയിക്കാമെന്നുള്ള ധാരണ വേണ്ട. അതിന് അധ്യക്ഷ് ജി, ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയ പ്രസംഗം പൂർണ്ണമായി ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവനും നൂലിനെ കുറിച്ചായിരുന്നു. കുറേ സമയം അതാണല്ലോ നമ്മൾ കേട്ടത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് വോട്ടർമാരുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെ വസ്ത്രങ്ങളെക്കുറിച്ചും ആ വസ്ത്രങ്ങളുടെ രീതികളെക്കുറിച്ചും ആ വസ്ത്രങ്ങളിലെ നൂലുകൾ ഇഴചേർന്നിട്ടാണ് ഒരു വസ്ത്രം ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അങ്ങനെ ഒരു താരതമ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രസംഗത്തിൻ്റെ പകുതി സമയത്തോളം ചെലവഴിച്ചിരുന്നു. അതിനെക്കുറിച്ച് പരിഹസിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിന് അധ്യക്ഷ് ജി, അവർ ആരോപിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്നതെന്നാണ്. ഏതാണ്ട് ഒരു മാസം മുമ്പേ പ്രധാനമന്ത്രിയുടെ യാത്രകളുടെ ഷെഡ്യൂളൊക്കെ തീരുമാനിക്കുന്നതാണ്. ഏത് മാസത്തെ പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനത്തിൻ്റെ ഷെഡ്യൂൾ നോക്കിയാലും ഏതാണ്ട് എല്ലാ മാസവും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനങ്ങൾ ഉണ്ടാകുക. അത് നിങ്ങൾക്ക് തീർച്ചയായും അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിന് തെരഞ്ഞെടുപ്പിൻ്റെ സമയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നോക്കൂ, എനിക്കിത് വളരെ കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഞാൻ അദ്ദേഹത്തോടൊപ്പം വളരെ കാലമേ പ്രവർത്തിക്കുന്ന ആളാണല്ലോ. 2001 മുതൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അതിനുശേഷമുള്ള കാലഘട്ടം മാത്രം നോക്കിയാലും ഇതുവരെയും ഒരു ദിവസം പോലും അദ്ദേഹം അവധിയെടുത്ത് വെക്കേഷന് ഹോളിഡേ ട്രിപ്പ് അടിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. അദ്ദേഹം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അതിശയിച്ച് അദ്ദേഹത്തെ അതുപോലെ ഫോളോ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ BP കൂടുന്നതല്ലാതെ അദ്ദേഹത്തെ അനുകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് അധ്യക്ഷ് ജി, ഇനി ഇവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാം, ഓരോന്നോരോന്നായി. കേൾക്കാൻ തയ്യാറാകൂ. എന്താണ് ഇത്ര ബഹളം ഉണ്ടാക്കുന്നത്? അക്ഷമരാകാതെ ധൈര്യത്തോടെ ഇരിക്കൂ. ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ 3 ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർണ്ണയിക്കാനുള്ള കമ്മിറ്റിയിൽ നിന്ന് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്തിനായിരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആരോപണം ഇതായിരുന്നു, ചോദ്യം ഇതായിരുന്നു: 45 ദിവസത്തിന് ശേഷം CCTV ഫുട്ടേജുകൾ നശിപ്പിക്കാനുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്തിനാണ്. അതിനുള്ള നിയമ ഭേദഗതി ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, അതിനുള്ള സർക്കുലർ പുറപ്പെടുവിക്കുക മാത്രമാണ് ചെയ്തത്. എങ്കിലും അതിനുള്ള കാരണം എന്താണെന്നും ഞാൻ പറയാം. ആദ്യമേ പറയുന്നു, ഞാൻ പറയുന്ന മറുപടി പൂർണ്ണമായി കേട്ടതിന് ശേഷം ബഹളം വെക്കാൻ തുടങ്ങണം. എന്തായാലും നിങ്ങൾ ബഹളം വെക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഇതിന് മറുപടി പറയുമ്പോൾ തീർച്ചയായും ചില ചരിത്രവും കൂടി അതിനോട് ചേർത്ത് പറയേണ്ടി വരും. ചരിത്രം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹാലിളകുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അതിന് അധ്യക്ഷ് ജി, ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യത്തെ 73 വർഷം ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സഭയിലെ എല്ലാ അംഗങ്ങളും ശ്രദ്ധയോടെ ഞാൻ പറയുന്നത് കേൾക്കണം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ 73 വർഷവും തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. പകരം തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പ്രധാനമന്ത്രി തന്നെ ഒറ്റയ്ക്ക് നേരിട്ട് നിയമിക്കുകയായിരുന്നു 73 വർഷം. അതായത് ഈ കാലഘട്ടത്തിൽ എത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും കമ്മീഷണർമാരും ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. 2003 ശേഷം ഉണ്ടായ നിയമത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. 1950 മുതൽ 1989 വരെ അതിൻ്റെ സിസ്റ്റം എങ്ങനെയായിരുന്നു? പ്രധാനമന്ത്രി ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയും, രാഷ്ട്രപതിക്ക് നോട്ടിഫിക്കേഷൻ അയക്കും, രാഷ്ട്രപതി അയാളെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കും. ഇതായിരുന്നു ഇവരുടെ കാലത്ത് തുടർന്നു പോന്നിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന രീതി. എനിക്ക് ചോദിക്കാനുള്ളത്, ആ സമയത്തെ തിരഞ്ഞെടുപ്പുകളെല്ലാം സുതാര്യമായിരുന്നല്ലോ അല്ലേ? ഏറ്റവും മികച്ചതായിരുന്നു. അവരുടെ 55 വർഷ കാലഘട്ടവും പ്രധാനമന്ത്രി നേരിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സിസ്റ്റം പൂർണ്ണമായും പ്രധാനമന്ത്രിയുടെ തന്നെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് തന്നെ പറയാം. ആ സമയത്ത് ഇവർക്കൊരു പ്രശ്നവുമില്ല, ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അവരുടെ എല്ലാ സിസ്റ്റം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം എല്ലാ സിസ്റ്റത്തിലും അവർക്ക് ഇടപെടണം. ഇതെങ്ങനെയാണ് ശരിയാവുക? രാജ്യത്തെ ആദ്യത്തെ
29 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും कमिश्नर और തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഈ രീതിയിൽ തന്നെയാണ് നിയമിച്ചത്. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിയമിച്ചിരുന്നത്. ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് പോലും കഴിയുമായിരുന്നില്ല. സുപ്രീം കോടതിയോ പ്രതിപക്ഷത്തിനോ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി സ്വയം തീരുമാനിക്കുമായിരുന്നു. ഈ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന അതേ കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ പറയുന്നത് വോട്ട് ചോരി നടത്തി, ഇലക്ഷൻ കമ്മീഷനിൽ സർക്കാർ ഇടപെടൽ നടത്തുന്നു എന്നൊക്കെ. നിങ്ങൾ ഇപ്പോൾ കിടന്ന് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇപ്പോഴത്തെ സർക്കാരിനെ തിരഞ്ഞെടുത്തതും ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾ അധികാരം നൽകിയത് ഞങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിന് 2023 വരെയും ഒരു നിയമവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2023 സുപ്രീം കോടതിയാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നുകൂടെ എന്ന്. അതൊരിക്കലും ഒരു വിധിയായിരുന്നില്ല, സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമായിരുന്നു. അന്ന് ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗമായി സോളിസിറ്റർ ജനറൽ പറഞ്ഞു, ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നതിന് കുറച്ച് കാലതാമസം എടുക്കേണ്ടതുണ്ട്, അതിന് നിലവിലുള്ള ഇലക്ഷൻ കമ്മീഷനുമായി കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സുപ്രീം കോടതി മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു, അത്തരമൊരു നിയമം കൊണ്ടുവരുന്നത് വരെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും പ്രതിപക്ഷ നേതാവിനെയും പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൂടാ എന്ന്. ഞങ്ങൾ അപ്പോഴേ അത് അംഗീകരിച്ചു. ആ രീതിയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞതുപോലെ നിയമം കൊണ്ടുവന്നു. നിയമം കൊണ്ടുവരുന്നത് വരെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്ന് സുപ്രീം കോടതി പോലും നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നിയമം കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ആവശ്യമില്ല. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രിയും ചേർന്നുള്ള കമ്മിറ്റി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ഭാഗം പറയാൻ ഞങ്ങൾക്ക് 33% മാത്രമേ അവസരം ലഭിക്കുന്നുള്ളൂ എന്നാണ്. അതായത് 1/3 മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് 33% നിങ്ങളുടെ ശബ്ദമെങ്കിലും പറയാനുള്ള അവസരമുണ്ടല്ലോ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ശബ്ദമേ ഉണ്ടായിരുന്നില്ല. മുഴുവൻ തീരുമാനങ്ങൾ എടുത്തിരുന്നത് നിങ്ങളുടെ പ്രധാനമന്ത്രി മാത്രമായിരുന്നു. 2012 ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് LK അദ്വാനിജി മുന്നോട്ട് വന്നതാണ്. പക്ഷേ അവർ പരിഗണിക്കുക പോലും ചെയ്തില്ല. അവർ നേരിട്ട് ഏകപക്ഷീയമായി ശ്രീ സമ്പത്ജിയെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുകയായിരുന്നു. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി പറയാം, നവീൻ ചൗളയുടെ കാര്യം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ വളരെ കൃത്യമായ കോടതി നിർദ്ദേശം പോലും ഉണ്ടായതാണ്, ഇയാൾ നിഷ്പക്ഷനല്ല എന്ന്. അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഗോപാൽ സ്വാമി ഇദ്ദേഹത്തിനെതിരെ പക്ഷപാതപരമായി പെരുമാറിയതിൻ്റെ തെളിവ് സഹിതം പരാതിപ്പെട്ടതാണ്. അത് പരിഗണിക്കുക പോലും ചെയ്യാതെ തള്ളിക്കളയുകയാണ് ചെയ്തത് ഇവർ, ഇതേ കോൺഗ്രസ് പാർട്ടി. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് എതിർപ്പുള്ളവരുണ്ടായിരിക്കാം, അത് രേഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ പക്ഷപാതപരമായി പ്രവർത്തിച്ചു എന്നതിന് ഒരു പരാതിയോ തെളിവോ ഇതുവരെയുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ 33% മാത്രമേ ശബ്ദമുള്ളൂ, ഞങ്ങൾക്ക് 66% ശബ്ദമുണ്ട് എന്നാണ്. അതായത് 3-ൽ 2 പേർ ഞങ്ങളും 1 നിങ്ങളുമാണെന്നാണ്. നോക്കൂ സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഈ രാജ്യത്ത് 140 കോടി ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ആരായിരിക്കണം 66%, ആരായിരിക്കണം 33% എന്നത്. ഞങ്ങളെയാണ് ജനം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ 66% ശബ്ദം ഞങ്ങളുടേതായിരിക്കും. അതേസമയം നിങ്ങളുടെ കാലഘട്ടത്തിൽ 100% നിങ്ങളുടെ മാത്രം ശബ്ദമാണ് കേട്ടത്. അവർ ചിന്തിക്കുന്നത് അവർ ജയിച്ചാലും തോറ്റാലും എല്ലാ കാലഘട്ടത്തിലും അവർ പറയുന്നത് ബ്രഹ്മവാക്യം പോലെ മറ്റുള്ളവരെല്ലാവരും കേൾക്കണം, അത് അംഗീകരിക്കണം. അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്ന ആരായെങ്കിലും കൃത്യമായ ഗവേഷണം നടത്താതെയാണ് അദ്ദേഹത്തിന് പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്നത് 45 ദിവസത്തിന് ശേഷം CCTV ഫുട്ടേജ് ശേഖരിക്കേണ്ടതില്ല എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തിനെതിരെ ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ജനപ്രാതിനിധ്യ നിയമം 1951 ഇവരുടെ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചതാണ്. 1951 ഇവരുണ്ടാക്കിയ ആ നിയമം അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥി വിജയിച്ചതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ നൽകേണ്ടതാണ്. 45 ദിവസത്തിന് ശേഷം നൽകുന്ന പരാതിക്ക് യാതൊരുവിധ അംഗീകാരവും ഉണ്ടായിരിക്കുന്നതല്ല. ഇത് ഇവരുണ്ടാക്കിയ നിയമമാണ് 1951. ആ സമയത്ത് CCTV ഫുട്ടേജ് പോലും ഉണ്ടായിരുന്നില്ല എന്നോർക്കണം. CCTV സംവിധാനം എന്ന് പറയുന്നത് തന്നെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഏർപ്പെടുത്തിയതാണ്. CCTV ഫുട്ടേജ് 45 ദിവസത്തിന് ശേഷം ശേഖരിക്കേണ്ടതില്ല, സൂക്ഷിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ജനപ്രാതിനിധ്യ നിയമം 1951 പ്രകാരമാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 45 ദിവസത്തിന് ശേഷം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതിയും ആർക്കും ഉന്നയിക്കാൻ അധികാരമില്ലാത്ത സ്ഥിതിക്ക്
45 ദിവസത്തിന് ശേഷം CCTV ഫുട്ടേജുകൾ ശേഖരിച്ചു വെച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അവർ തന്നെ ഉണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുപോലും വായിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഇഞ്ചക്ഷനൊന്നുമില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ആ ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവരെ മനസ്സിലാക്കിക്കാമായിരുന്നു. മാത്രമല്ല, ഈ CCTV സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയത് തന്നെ അവരുടെ ഇൻറ്റേണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പബ്ലിക്കിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല. കാരണം ഏതെങ്കിലും ഒരു വോട്ടർ വോട്ട് രേഖപ്പെടുത്തിയില്ല അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള രീതിയിൽ തർക്കങ്ങളുണ്ടായാൽ അവർക്ക് അത് ഇൻറ്റേണലി ആന്തരികമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ CCTV സംവിധാനം ഏർപ്പെടുത്തിയത് എന്ന് അവർ സർക്കുലറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുകൂടി ചെയ്തു. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് CCTV റെക്കോർഡ് ആവശ്യമുണ്ട് എന്ന് കണ്ടാൽ കോടതിയെ സമീപിച്ച് അനുകൂലമായ വിധി വാങ്ങിയെടുത്ത് ആദ്യത്തെ 45 ദിവസത്തിനുള്ളിൽ CCTV ഫുട്ടേജ് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയെടുക്കാവുന്നതാണ്. അതൊരു സുതാര്യതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ വേണമെങ്കിൽ പ്രതിപക്ഷം പറയും ഒരിക്കലും ഒരു കോടതിയിൽ പോയി 45 ദിവസത്തിനുള്ളിൽ വിധി വാങ്ങിയെടുക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിക്ക് ഇത്രയെങ്കിലും പറയാൻ കഴിയുമല്ലോ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ CCTV ഫുട്ടേജ് 45 ദിവസത്തിന് ശേഷവും അല്ലെങ്കിൽ ഈ വിധി വരുന്നത് വരെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കാമല്ലോ. അത് തീർച്ചയായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമല്ലോ. അവർ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് CCTV ഫുട്ടേജിൽ ആക്സസ് വേണമെന്നാണ്. തീർച്ചയായും ഇപ്പോഴും അതിനുള്ള സംവിധാനമുണ്ട്. 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇലക്ഷനെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പരാതിയുള്ള ഇടങ്ങളിലെ CCTV ഫുട്ടേജ് 45 ദിവസത്തിന് ശേഷം നശിപ്പിക്കരുത് എന്നുള്ള അഭ്യർത്ഥന, ഒരു അപേക്ഷ അവർക്ക് കൊടുത്ത് നിങ്ങൾക്ക് കോടതിയിൽ പോലും പോകേണ്ടതില്ല. നിങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എത്ര സ്ഥലത്ത് CCTV ഫുട്ടേജ് ശേഖരിച്ച് വെക്കണമോ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണമോ എന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു വെക്കും. ഇവർ ഈ രീതിയിലുള്ള ഒരു കാര്യവും വായിച്ചു പോലും നോക്കില്ല, ഒന്നും മനസ്സിലാക്കുകയുമില്ല, വേണ്ട ഒന്നും ചെയ്യുകയുമില്ല. ഇവർ പറയുന്നത് പോളിംഗ് ഏജന്റുമാർക്ക് CCTVയുടെ ആക്സസ് കൊടുക്കണമെന്നാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോയി പോളിംഗ് ഏജന്റിന് മാത്രമല്ല ഈ രാജ്യത്തെ ഏതൊരു പൗരനും CCTVയുടെ ആക്സസ് വാങ്ങിയെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ. അതിന് സഭാപതിജി, ലക്ഷക്കണക്കിന് ബൂത്തുകളിലെ CCTV ഫുട്ടേജുകൾ ഈ രീതിയിൽ സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഏത് രീതിയിൽ ഇലക്ഷൻ കമ്മീഷന് അത് മുമ്പോട്ട് കൊണ്ടുപോകാനാകും? ഇവർ ചെയ്യുന്നത് എന്താണ്? ഹൈക്കോടതി സമീപിക്കാതെ, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാതെ എല്ലാം പ്രസ് കോൺഫറൻസിൽ വിളിച്ചു പറയുക. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കേട്ട് ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം കൊടുക്കണം എന്നാണ് അദ്ദേഹം കരുതുന്നത്. നിങ്ങൾ പ്രസ് കോൺഫറൻസ് നടത്തുന്നതിനോടൊപ്പം അതിൻ്റെ അടിസ്ഥാന പരാതിയും നൽകണം, അതിനനുസരിച്ചുള്ള ഹർജികളും നൽകണം. പക്ഷേ കോടതിയിൽ പോകുന്നതിനും അവർ തയ്യാറല്ല. എന്തിന്? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയി പരാതി കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. അതിനു പകരം അയ്യോ തിരഞ്ഞെടുപ്പ് മോഷ്ടിച്ചുകൊണ്ടുപോയേ, വോട്ട് ചോരി നടത്തിയേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് പറയുന്നവരും ശ്രദ്ധിക്കണം, മാത്രമല്ല അദ്ദേഹത്തിന് പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം. അതിന് സഭാപതിജി, അതിനുശേഷം അവർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് 2003 പ്രത്യേക നിയമം കൊണ്ടുവന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്രത്യേക പരിരക്ഷ ഒരുക്കി എന്നുള്ളത്. റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950 പ്രകാരം തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ലഭിച്ചിരുന്ന ഒരു പരിരക്ഷയുണ്ടല്ലോ, അതിൽ കൂടുതലൊന്നും 2003 നിയമപ്രകാരവും കൊടുത്തിട്ടില്ല. ജനപ്രാതിനിധ്യ നിയമം 1951 പ്രകാരമുള്ള അതേ ഇമ്മ്യൂണിറ്റി, ആ പരിരക്ഷ മാത്രമാണ് ഇപ്പോഴും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ലഭിക്കുന്നത്. കോൺഗ്രസ് ഉണ്ടാക്കിയ അതേ നിയമപ്രകാരം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറിലെ മുഖ്യ അധികാരിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള നിയമ നടപടിയും നേരിടേണ്ടി വരികയില്ല എന്ന് അവർ തന്നെ ആ ജനപ്രാതിനിധ്യ നിയമത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നിരയിലും നിരവധി വക്കീലന്മാരുണ്ട്, പ്രഗത്ഭരായ ആളുകൾ. അവരെയൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇതൊന്ന് വായിച്ചു നോക്കിക്കൂടെ? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെങ്കിലും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഞാൻ ഇന്നലെ രാത്രി ഇവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എൻ്റെ ഈ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും വ്യക്തമാണ് ഈ കാര്യങ്ങളെങ്കിൽ എനിക്ക് ഇത്രയും വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അത്രയും ശേഷി അവർക്കും ഉണ്ടായിരിക്കുമല്ലോ.
പിന്നെ എന്തിനാണ് അവർ അനാവശ്യമായ നുണ പറഞ്ഞ് തെറ്റിദ്ധാരണ വരുത്തി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു ഇന്നലെ രാത്രി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ അവരുടെ വോട്ട് ബാങ്കായി അവർ കരുതുന്ന ആളുകളെ ഈ SIRന്റെ ഭാഗമായി പുറത്താക്കും. അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഇവരുടെ അടിസ്ഥാന പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധിച്ചുകൊണ്ട് സഭ വിട്ടു പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ സ്പീക്കർ അവരോട് ഇരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. आपका भाषण भी सबने शांति से पूर्ण सुना है, आप भी सुनने की सामर्थ्य रखो. नहीं, आप सुनने की सामर्थ्य रखो. नो, प्लीज प्लीज बैठिए. ये सुन नहीं सकते हैं? इतना दिनों से संसद के समय बर्बाद क्यों किया? अगर सच्चाई नहीं सुन सकते तो इतना दिनों तक सरकार पर അപ്പോൾ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എഴുന്നേറ്റെന്ന് പറയുന്നുണ്ട്, ശ്രീ അമിത്ഷാജി കൃത്യമായ മറുപടി നൽകിയതുകൊണ്ട് തന്നെ അവർ ഇത്രയും കാലം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പരിഭ്രാന്തി, അവരുടെ നുണ ഇവിടെ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുകയാണ്. അതവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്, അതുകൊണ്ടാണ് അവർ സഭ വിട്ടു പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ ഭയന്നു പോയിരിക്കുന്നു. കൃത്യമായ മറുപടികൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അവർ ഭയന്നു പോയിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ അവർ ഉണ്ടാക്കിയെടുത്ത പരിഭ്രാന്തി വെറുതെയാണെന്ന് ജനം മനസ്സിലാക്കുന്നത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ എഴുന്നേറ്റ് പോകുന്നത്. ഇങ്ങനെ എഴുന്നേറ്റ് പോകാനാണെങ്കിൽ, മറുപടി കേൾക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ദിവസം സഭയിൽ അവർ ബഹളമുണ്ടാക്കിയത്, സഭയുടെ വിലപ്പെട്ട സമയം വെറുതെ കളഞ്ഞത്? അതിന് അധ്യക്ഷ് ജി, ഞാനിത് വളരെ വ്യക്തമായി തന്നെ സഭയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവർ ഒന്നല്ല, രണ്ടല്ല, 100 അല്ല, 200 തവണ സഭ ബഹിഷ്കരിച്ചു പോയാലും, എത്രയൊക്കെ പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കിയാലും, ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ള മുഴുവൻ നുഴഞ്ഞു കയറ്റക്കാരെയും തിരഞ്ഞുപിടിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കും. വോട്ടർ പട്ടികയിൽ ശുദ്ധി വരുത്തിയിരിക്കും. അതിനുവേണ്ട എല്ലാ സഹായവും ഇലക്ഷൻ കമ്മീഷന് ഭരണകൂടം എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഇത് ഞങ്ങൾ BJP NDA സർക്കാരിൻ്റെ പോളിസി തന്നെയാണ്. ഡിറ്റക്റ്റ് അർത്ഥം തിരഞ്ഞു പിടിക്കുക, ഡിലീറ്റ്, ഡിപ്പോർട്ട്, അവരെ ഭരണഘടനാപരമായ രീതിയിൽ തന്നെ കണ്ടുപിടിച്ച് രാജ്യത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഞങ്ങളുടെ പോളിസി തന്നെയാണ്. ഞങ്ങളത് നടപ്പിലാക്കുകയും ചെയ്യും. അതിനുള്ള അധികാരം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. അതിന് സഭാപതിജി, ഇവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ സഭ വിട്ടു പോയിരിക്കുന്നത്? ഞാൻ അവരെക്കുറിച്ച്, അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇപ്പോൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് കടന്നുകൂടിയ നുഴഞ്ഞുകയറ്റക്കാരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നാണ്. അപ്പോൾ എന്താണ് അവർക്ക് വേദനിച്ചത്? ഞാൻ ഇത്രയും സമയം, ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ, ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്, രാജീവ് ഗാന്ധിയെക്കുറിച്ച്, സോണിയാഗാന്ധിയെക്കുറിച്ച് വരെ ആരോടും ഉന്നയിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് പോയില്ല. അവരവിടെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഓക്കെ, അംഗീകരിക്കാമായിരുന്നു. ഇവിടെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടർ പട്ടികയിൽ ഇടമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പിണങ്ങി ഇറങ്ങിപ്പോയി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഞങ്ങളുടെ പോളിസി ഈ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് അവരെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കുക എന്നുള്ളതാണെങ്കിൽ, അവരുടെ പോളിസി എന്ന് പറയുന്നത് അവരുടെ വോട്ട് ബാങ്കായി അവർ കരുതുന്ന ഈ വിദേശികളായ നുഴഞ്ഞുകയറ്റക്കാരെ ആദ്യം നോർമലാക്കി, സാധാരണക്കാരാക്കി, ആധാർ കാർഡ് കൊടുത്ത് പതിയെ വോട്ടർ പട്ടികയിൽ കയറ്റി ഇവിടെ പൗരത്വം കൊടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് അവർക്ക് വീതം വെച്ച് കൊടുത്ത് അവരെ ഇവിടെ വാഴിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി, അവരുടെ പോളിസി. അത് അംഗീകരിക്കാനാവില്ല. ഈ രാജ്യം ഒരിക്കൽ മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടതാണ്. ഇനി ഒരിക്കൽ കൂടി മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ, ഭാരതാംബയെ വെട്ടിമുറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ രാജ്യത്ത് കടന്നുകൂടിയിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരെ നിയന്ത്രിക്കേണ്ടതുണ്ട്, കണ്ടുപിടിക്കേണ്ടതുണ്ട്, അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ അവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കേണ്ടതുണ്ട്. കാരണം ജനസംഖ്യയിൽ വലിയ രീതിയിലുള്ളൊരു വർധനവ് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർ കാരണം ഈ രാജ്യത്ത് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഭയാനകമായ, അപകടകരമായ സ്ഥിതിയിലാണ്. അതിന് സഭാപതിജി, പ്രധാനമായും നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത് ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയിൽ കൂടിയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാത്രം ഏതാണ്ട് 2270 കിലോമീറ്റർ അതിർത്തിയുണ്ട്. ഇതിൽ തന്നെ 1753 കിലോമീറ്റർ അതിർത്തി പൂർണ്ണമായും നമ്മൾ മതിൽ കെട്ടി അടച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 560ഓളം കിലോമീറ്റർ എവിടെയാണ് ബാക്കിയുള്ളതെന്ന് അറിയുമോ? ഒരേ ഒരു സ്ഥലം പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തിയിൽ മാത്രമാണ്. ആസാമിലെ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു, മേഘാലയയിലെ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു,
ത്രിപുരയിലെ പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു. എന്തിന് ജമ്മു കാശ്മീർ മേഖലയിലുള്ള അതിർത്തി പോലും നമ്മൾ പൂർണ്ണമായി സുരക്ഷിതമാക്കി കഴിഞ്ഞു. ബംഗാളിൽ മാത്രമാണ് അതിർത്തി പൂർണ്ണമായി അടയ്ക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ സഭയിൽ നിന്ന് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിച്ച് ബീഹാറിൽ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാനുള്ള വോട്ട് ചോരി യാത്ര നടത്തി അവിടെ കോൺഗ്രസ് RJD കൂടി ഇല്ലാതാക്കിയതുപോലെ ബംഗാളിൽ നിങ്ങൾ ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ, അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾ സമരപരിപാടിയുമായി തെരുവിലിറങ്ങുകയാണെങ്കിൽ അവിടെ നിങ്ങളെയും പൂർണ്ണമായി ജനങ്ങൾ ബഹിഷ്കരിക്കും, നിങ്ങളെയും ഇല്ലാതാക്കും. അവിടെയും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും. ഇവർ ചോദിക്കുന്നത് നിങ്ങൾ ഭരിച്ചിട്ടും എങ്ങനെയാണ് ഇത്രയും നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടാകുന്നതെന്നാണ്. നിങ്ങൾ മതിൽ പണിയാനോ ഫെൻസിംഗ് പണിയാനോ അതിനൊരു സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ തടസ്സം നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അവർ നുഴഞ്ഞു കയറി അവരാദ്യം എവിടെയാണ് എത്തുന്നത്? ബംഗാളിലെ ഏതെങ്കിലും ഗ്രാമത്തിലാണല്ലോ ആദ്യം എത്തുന്നത്. ചില നുഴഞ്ഞു കയറ്റക്കാർക്ക് വേണ്ടി ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് TMCയിലെ പ്രവർത്തകർ തന്നെയാണ്, ബംഗാൾ ഭരിക്കുന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെ കൃത്രിമമായി വരുന്നവർക്ക് എല്ലാവരും സൗകര്യങ്ങളും നൽകി അവരെ വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയല്ലേ? ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ സാമാന്യവൽക്കരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി അവരെ കൂടെ നിർത്തി ചിലപ്പോൾ നിങ്ങൾക്ക് ചില തടുപ്പുകൾ ജയിക്കാൻ കഴിയുമായിരിക്കും. പകരം ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണികൾക്ക് നിങ്ങൾ വളം വെച്ചു കൊടുക്കുകയാണ്. അതിന് അധ്യക്ഷജി ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തെ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട പദവികളിൽ RSSകാരെ പിടിച്ചിരുത്തുന്നുവെന്ന്. RSSൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യത്തെ ഉന്നത പദവികളിൽ ഇരുത്താൻ പാടില്ല എന്നെന്തെങ്കിലും നിയമമുണ്ടോ ഈ രാജ്യത്ത്? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ RSS ആണ്. ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാനും RSSകാരൻ തന്നെയാണ്. ഇവിടെ നിന്ന് സംസാരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ഹിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ നിങ്ങളുടെ ദയവിലല്ല. അവർ ശക്തരായിരിക്കുമ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് എന്നുകൂടി ഞാൻ പറയാം. 1979 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അവരുടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പോലും വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് സഞ്ജീവ് റെഡ്ഡിയായിരുന്നു. അവരുടെ പാർലമെന്ററി പാർട്ടി തീരുമാനത്തെ എതിർത്തുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, കോൺഗ്രസ് നേതാവായിരുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞു അവരുടെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തണമെന്ന്. അങ്ങനെ പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഇഷ്ടത്തിനനുസരിച്ച് VV ഗിരിയെ രാഷ്ട്രപതിയാക്കി ഇന്ദിരാഗാന്ധി മാറ്റി. സഞ്ജീവ് റെഡ്ഡിക്കാണ് വോട്ട് കൂടുതൽ കിട്ടിയത്. പക്ഷേ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരുടെ ഇംഗിതത്തിനനുസരിച്ച് VV ഗിരിയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യം ചേർന്നു. അവരുടെ വോട്ടും കൂടി വാങ്ങിക്കൊണ്ട് അതിനു പകരം രാജ്യത്തിൻ്റെ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും അധികാരികളായി അവരുടെ ഈ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകളെ കുത്തിനിറയ്ക്കാൻ അവർ തയ്യാറായി. അതിനുശേഷമാണ് ഈ രാജ്യത്ത് പലയിടങ്ങളിലും യുവാക്കളെ വഴിതെറ്റിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞത്. അതിനുശേഷമാണ് ഈ രാജ്യത്ത് പലയിടത്തും നക്സലേറ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടത് എന്ന് പറയാം. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ വലിയ അപകടമുണ്ടാക്കിയതും ഈ ഇന്ദിരാഗാന്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്നുണ്ടാക്കിയ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ രാജ്യത്തുണ്ടായ അനേകം ആഭ്യന്തര കലാപങ്ങൾക്ക് കാരണം, എത്രയോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജീവിതം നഷ്ടപ്പെട്ടതിന് കാരണം ഈ നക്സൽ മാവോയിസ്റ്റ് പ്രസ്ഥാനമാണ്. 2014 ശേഷം അതിലും നരേന്ദ്രമോദി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നക്സലേറ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം, എന്താണ് RSSന്റെ വിചാരധാര, എന്താണ് RSSന്റെ പ്രത്യയശാസ്ത്രം, അതും ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് മരിക്കണം എന്നുള്ളത് തന്നെയാണ് RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രം. നമ്മുടെ ഭാരതത്തെ സമൃദ്ധ ഭാരതമാക്കി, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രാജ്യമാക്കി, ഏറ്റവും സമ്പന്ന ശ്രേഷ്ഠ ഭാരതമാക്കി മാറ്റണം എന്നുള്ളത് തന്നെയാണ് RSSന്റെ മുദ്രാവാക്യം, RSSന്റെ പ്രത്യയശാസ്ത്രം. രാജ്യത്തിൻ്റെ സംസ്കാരം, രാജ്യത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് RSSന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം. ഞങ്ങൾ RSSകാരെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞങ്ങൾക്ക് ആരോടും ഒരു ഭയവുമില്ല, ഞങ്ങൾ ആരെയും ഭയപ്പെടാറില്ല. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. എനിക്ക് വെറും 10 വയസ്സുള്ളപ്പോൾ ഞാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ഒരു പേടിയും തോന്നിയിട്ടില്ല 10 വയസ്സിൽ. ഞങ്ങൾ ആ കാലം മുതലേ പോരാടി വന്നവർ തന്നെയാണ്. അതിന് അധ്യക്ഷജി, ഞങ്ങൾ വോട്ട് ചോരി കൊണ്ടല്ല ജയിക്കുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്കിനെതിരെ സംസാരിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. നിങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനമായ എയർ സ്ട്രൈക്കിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ വിജയിക്കുകയാണ്. ഞങ്ങൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ നിങ്ങൾ അതിനെതിരെ സംസാരിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. നിങ്ങൾ രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കുന്നതിനെതിരെയും സംസാരിച്ചു,
അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. हम जीते हैं. നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. നിങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസാരിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങളെ ജനം ജയിപ്പിക്കുന്നത്. ഞങ്ങൾ മുത്തലാഖ് നിർത്തലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെതിരെ സംസാരിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. ഈ രാജ്യത്തെ ഏതാണ്ട് 60 കോടിയോളം ദരിദ്രരായ ജനവിഭാഗത്തിന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഭരണകൂടവും അവർക്ക് വീടുകൾ കൊടുക്കുന്നു, ഗ്യാസ് എത്തിക്കുന്നു, ജലം എത്തിക്കുന്നു, വൈദ്യുതി എത്തിക്കുന്നു, അരി സൗജന്യമായി നൽകുന്നു, വർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സയും അവർക്ക് സൗജന്യമായി നൽകുന്നു. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് വോട്ട് തരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വിജയിക്കുന്നത്. അത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ കാലഘട്ടത്തെക്കാൾ 3 ഇരട്ടി വേഗതയിലാണ് ഈ രാജ്യത്തെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനവും, റോഡും പാലങ്ങളും പദ്ധതികളും എല്ലാം നടക്കുന്നത്. ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്. ആദ്യത്തെ സഭാപതിജി, ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കാൻ അവരുടെ ഇല്ലല്ലോ, എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾ ഈ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ഈ രീതിയിൽ SIR-നെതിരെ സംസാരിച്ച് മുന്നോട്ട് പോയാൽ ബീഹാറിൽ നിങ്ങൾ പൂർണ്ണമായി ഇല്ലാതായതുപോലെ ബംഗാളിലും തമിഴ്നാട്ടിലും നിങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുക തന്നെ ചെയ്യും. ഞാൻ ഇവിടെ എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം അവസാനം ഒരിക്കൽ കൂടി ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്ന ആളുകൾ കുറച്ചുകൂടി നന്നായി പഠിച്ച് ഗവേഷണം നടത്തി അദ്ദേഹത്തിന് പ്രസംഗം തയ്യാറാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കാതെ അദ്ദേഹം ഇവിടെ വന്ന് വായിച്ച് കൂടുതൽ കുഴപ്പത്തിലാവുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. जनता आंख मूंद कर नहीं बैठी.